ഹലോ, മഴ നനഞ്ഞ് രാവിലെ. ഗുഡ് മോർണിംഗ്. രാവിലെ മഴ നനഞ്ഞ ആകെ പണ്ടാരം അടങ്ങി. ഭയങ്കര മഴ രാവിലെ. വർക്ക് സ്റ്റാർട്ടിങ് രാവിലെ ഭയങ്കര മഴയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത മഴ വന്നോ ഇരുന്ന്. ഇനിയിപ്പോൾ ഇവിടെ ഫോൺ അധികം യൂസ് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. പിന്നെ ഞാൻ പറ്റുന്നതൊക്കെ എടുക്കാം. രാവിലത്തെ വർക്കൊക്കെ സ്റ്റാർട്ടായി. രഞ്ജു ഇവിടെ ഇരുന്ന് ഭ്രാന്ത് പിടിച്ച് എന്തൊക്കെയോ നോക്കുന്നുണ്ട്. എന്തുവാടി രാവിലെ നോക്കുന്നത്? പാലെല്ലാം തന്നെ ഓണാവോ ഗൈസ്? രാവിലെ ഞങ്ങളൊന്ന് തിരിയൊക്കെ കത്തിച്ചേട്ടോ. എടുത്തോ. രഞ്ജുവിന്റെ പണി സാധനങ്ങളാണ് രാജാവേ ഇതൊക്കെ. രഞ്ജുവിന്റെ പണി സാധനങ്ങളാണ് രാജാവേ ഇതൊക്കെ. രാവിലെ മധുരം കഴിച്ചപ്പോ വല്ലാതൊരു ഇത് വീട്ടിൽ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നതാണോ അവര് തന്നെ? എന്താണ് അവരുടെ മോഡൽ? എല്ലാ കടയിലും തന്നെയാണ് കൊടുക്കുന്നത്. ചേച്ചി ഉണ്ടാക്കിക്കൊണ്ട് വരുന്നെന്നാ ഇവിടെ പറയുന്നത്. എനിക്കറിയത്തില്ല. മോറിലൊക്കെ ഇവര് തന്നെയാണ് കൊടുക്കുന്നത്. മോർ മീൻസ് അങ്ങനത്തെ അല്ല, ഇവിടുത്തെ പറക്കോട്ടെ അല്ല, വേറൊന്നും ഉണ്ട് അവിടെ. ഷുഗർ വരും. കറക്റ്റ് നമ്മള് മറ്റേ വീട്ടിലുണ്ടാക്കിക്കൊണ്ട് തന്നെ ഇവള് പറഞ്ഞു. അതൊരു ഇതുണ്ട് കാണാൻ. മറ്റേത് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഇങ്ങനല്ലോ, മൊത്തത്തിലിരിക്കും ഭയങ്കര. ആ, ഇത് മറ്റേ ഇങ്ങനെ ഒഴിക്കുന്നത്. ഇതൊക്കെ ഇല്ല, നമ്മൾ ഇടിയപ്പം പിച്ചുന്ന സംഭവം ഉണ്ടല്ലോ, അതിനകത്ത് ഇങ്ങനെ അങ്ങനെ കൊള്ളാം കേട്ടോ. ഒത്തിരി മധുരം ഒന്നുമില്ല. കൊള്ളാം. വെറുതെ ഇത് തിന്നാൻ കൊള്ളാം. പണിയൊന്നും എടുക്കണ്ടല്ലോ. എന്താണെന്ന് അറിയത്തില്ല. 12 മണിയാകുമ്പോൾ വിശക്കും. പോയി ഇയാള് വരാൻ ഞാൻ കോള് ഞാൻ കുറെ കൂടെ ആക്റ്റീവ് ആവാൻ തുടങ്ങി. ഇടയില് ഞാൻ കുറച്ചും കൂടെ കണ്ടോ? എനിക്ക് വയറുവേദനയാന്ന് പറഞ്ഞു ഒരെണ്ണം തന്നിട്ട് അവള് ബാക്കി കവറോടെ തിന്നു. മധുരൊക്കെ സെന്ററിൽ ഒന്നുകൂടി പിന്നെ അടിച്ചുടി നല്ല അടിച്ചുടി കൊച്ചിനെ. നമുക്ക് ഇന്നൊരെണ്ണം എടുക്കാം, ഷെയർ ചെയ്തിട്ട് എടുക്കാം. പകുതി ചേച്ചി. അങ്ങനെ പത്രമൊക്കെ വായിച്ചു കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഡ്യൂട്ടിയിലേക്ക് കടന്നു. ഡ്യൂട്ടിയൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ നമ്മുടെ നമ്പേഴ്സൊക്കെ ഒന്ന് എഴുതി വെക്കുക, ഇതൊക്കെയാണ് നമ്മുടെ ഓവറോൾ ഒരു ജോലി വരുന്നത്. പിന്നെ ഞാനും രഞ്ജുവും കൂടെ ഉണ്ടായതുകൊണ്ട് വലിയ ബോറടി കാര്യങ്ങളൊന്നും ഇല്ലാതൊക്കെ അങ്ങ് പോകുന്നുണ്ട്. വലിയ പ്രഷറോ കാര്യങ്ങളോ ഇല്ലാതെ നമുക്ക് എന്നും ഓഫീസിൽ വരാനായാലും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല. അങ്ങനെ ഞങ്ങളുടെ വർക്കുകളൊക്കെ നടക്കുന്നു. അതിനിടയിൽ കൂടെ ഞങ്ങളുടെ ഓരോ ചെറിയ പരിപാടികളൊക്കെ അതങ്ങനെ നടക്കുന്നു. റെഡിയാണ്.
അടിപൊളി കേട്ടോ, നൈസല്ലേ, ഇഷ്ടപ്പെട്ടു, അടിപൊളി സാധനം. കറക്റ്റ് 1 മണിയായി, വിശപ്പിൻ്റെ വിളി വന്നു. ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. കാറ്റ് കൊള്ളുക, വെളിയിൽ ഇരുട്ടത്തിരിക്കുക. ഈ ലൈറ്റ് വന്നപ്പോൾ കൊള്ളാം. വെളിയിൽ നല്ല മഴക്കോൾ, ഇരുട്ട്. പിന്നെ നമ്മുടെ വർക്ക് ഇതേ ഉള്ളൂ, പ്രത്യേകിച്ച് അങ്ങനെ വർക്കും കാര്യങ്ങളൊന്നും കാണിക്കാനൊന്നും ഇല്ല. ഇതൊക്കെ ഉള്ളൂ ഞങ്ങളുടെ വർക്കുകൾ. പിന്നെ കോൾ ചെയ്യുക, പിന്നെ പ്രിൻ്റ് എടുക്കുക, ഇതൊക്കെ ഉള്ളൂ വർക്ക്. പ്രത്യേകിച്ച് ഇങ്ങനെ ഉള്ളൂ. പിന്നെ കോൾ ചെയ്യാം. അപ്പം എപ്പോഴും നമുക്ക് ഫോൺ യൂസ് ചെയ്യാനും പറ്റത്തില്ല. ഞാനിങ്ങനെ ഒഴിവ് സമയങ്ങൾ കിട്ടുമ്പോഴും സാറ് ഇവിടുന്ന് കണ്ടോ, ഇവിടെ നിറച്ച് ഫോണുകളാണ് കേട്ടോ. ഫോൺ യൂസ് ചെയ്യാൻ പറ്റത്തില്ല, പക്ഷെ ഇവിടെ ഇഷ്ടം പോലെ ഫോണാണ് ഉള്ളത്. കാരണം നമ്മുടെ പേഴ്സണൽ ഫോണാണ്. പിന്നെ നമുക്കങ്ങനെ ജോലി ചെയ്യുമ്പോൾ വീഡിയോ എടുക്കേണ്ട കാര്യമില്ലല്ലോ. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. ഇനി ചായ വരുന്നത് വെയിറ്റ് ചെയ്തിരിക്കും. ചായ വരുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല. എങ്ങനെയെങ്കിലും 5 മണിയായിരുന്നെങ്കിൽ ഇറങ്ങി പോകാമെന്ന് വിചാരിച്ചിരിക്കും. ചുമ്മാ കാര്യം പറയാനും ബോറടിക്കത്തില്ല, അങ്ങനെ സമാധാനമുണ്ട്. അപ്പോൾ ഞാനെവിടെ നിന്ന് കയറും? നിങ്ങൾക്ക് അവിടെ കയറിക്കൂടെ? ചവറ ഇതിലേ വരത്തില്ലേ? ഞാൻ വളഞ്ഞല്ലേ പോകുന്നേ. അങ്ങനെ ഇന്നത്തെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു. ചായ കുടിക്കും, ഭയങ്കര തലവേദന. അങ്ങനെ ഇന്നത്തെ ചായച്ചേട്ടൻ വന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു കടയിൽ കയറി. അപ്പോൾ അവിടെ ഇങ്ങനെ രഞ്ജു ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അവിടെ ഭിത്തിയിലൊക്കെ ലവേഴ്സ് അവരുടെ പേരും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എഴുതിയിട്ടേക്കുന്നത്. പിന്നെ ചായ വന്നു. ചായ കഴിക്കാനാണ് പോയത്. പിന്നെ കോഫി പറഞ്ഞു. കോഫിയും ഒരു സമൂസയും കഴിച്ചു. പക്ഷേ സമൂസ ഭയങ്കര ടേസ്റ്റ് കേട്ടോ, അവൾക്ക് വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ രണ്ടുപേരുടെ ഷെയർ ചെയ്ത് കഴിച്ചു. അടിപൊളി ടേസ്റ്റായിരുന്നു, എനിക്കിഷ്ടപ്പെട്ട്. അത് കഴിഞ്ഞിട്ട് ഇനി ഇവൾക്ക് മാക്സിലോ സ്റ്റുഡിയോയിലോ ഒക്കെ പോകണമെന്ന് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു അവിടെ കളക്ഷൻസ് ഒന്നും ഇല്ലെന്ന്. അതേപോലെ തന്നെ അവിടെ ചെന്നിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുക മാക്സിൽ പോകണമെന്ന്. മാക്സിൽ ഒടുക്കത്തെ റേറ്റ് ആണെന്നും പറഞ്ഞ് പോവാതിരിക്കുമായിരുന്നു. നമുക്ക് ടോപ്പോ ചെരുപ്പൊക്കെ വേണമായിരുന്നു. പക്ഷേ സ്റ്റുഡിയോയിൽ ഞങ്ങൾ 2 ദിവസം മുന്നേ പോയിട്ടുണ്ടായിരുന്നു. കളക്ഷൻസ് ഒന്നും വന്നിട്ടില്ല. ഉള്ള കളക്ഷൻസ് എന്താ നമുക്ക് ഇഷ്ടപ്പെടാത്ത കുറേ കിടപ്പുണ്ട്. അത് അവളിങ്ങനെ താണ്ടെ അവിടെ നിന്നിങ്ങനെ നോക്കുന്നുണ്ട്. ഒന്നും ഇഷ്ടപ്പെട്ടില്ല, ഒന്നും എടുത്തതുമില്ല. ഞാനും അവളുടെ പുറയിൽ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഈ പാൻറ് അവൾക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷേ 899 രൂപയാണ്, അത് താങ്ങാൻ പറ്റുന്നില്ല. പിന്നെ 2 ലിപ്സ്റ്റിക്ക് ഷെയ്ഡ് എടുത്തു കേട്ടോ. ലിപ്സ്റ്റിക് ഷെയ്ഡ് ഇഷ്ടംപോലെ ഇരിപ്പുണ്ട്, പക്ഷേ എനിക്കൊന്നും അങ്ങോട്ട് വലിയ ഇതായിട്ടൊന്നും തോന്നിയില്ല. അതുകൊണ്ട് ഞാനൊന്നും എടുത്തില്ല. അവൾ 2 ലിപ്സ്റ്റിക് ഷെയ്ഡ് എടുത്തു, പക്ഷേ അത് കൊള്ളായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരത്തെ മാക്സിൽ പോയി. അതിനിപ്പുറത്ത് മാക്സിൽ പോയി. മാക്സിലും ഇതുപോലെ കുറേ പാൻറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഞാനീ ഒരു ടോപ്പൊന്ന് ട്രൈ ചെയ്ത് നോക്കി. ഈ കണ്ടപ്പോൾ കൊള്ളായിരുന്നു, പക്ഷെ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് എന്തോ ഒരു ഇഷ്ടപ്പെടായിക പോലെ. ഉള്ളത് പറയാലോ ഗൈസ്, ഇവിടെ ഒരു കുന്തവും ഇല്ല.